ഹലോ ഡിയേഴ്സ്, സാവരിയ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തമ്പനയിൽ കണ്ട മാതിരി ഒരു കിഡ്സിൻ്റെ ഫ്രോക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ യോക്ക് പോർഷൻ്റെ പീസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മൊത്തം 1 മീറ്റർ തുണിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1 വയസ്സ് പ്രായമുള്ള കുട്ടിക്കുള്ളതാണ്. അതിൻ്റെ യോക്ക് പോർഷൻ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. യോക്കിൻ്റെ നീളം വന്നിട്ട് 7 ഇഞ്ചാണ്. ഞാനിപ്പോൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടി 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോൾഡർ വന്നിട്ട് 4.5 ഇഞ്ചാണ്. ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോളും 4.5 ഇഞ്ചാണ്. അത് നമുക്കൊരു ബോക്സായിട്ട് വരയ്ക്കാം. അതിന് ശേഷം ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് നെക്കിൻ്റെ വിഡ്ത്താണ്. 2 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതും ഒന്ന് നമുക്ക് റൗണ്ടിൽ വരച്ചു കൊടുക്കാം. ഞാനിവിടെ റൗണ്ട് നെക്കാണ് വയ്ക്കുന്നത്. ബാക്ക് നെക്ക് എന്ന് പറയുമ്പോൾ 1.5 ഇഞ്ചാണ് ഇറക്കം കൊടുത്തിട്ടുള്ളത്. അതും ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യുക, അതിന് ശേഷം മാത്രം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. 5.5 ഇഞ്ചാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ വേസ്റ്റും 5.5 ഇഞ്ചാണ്. ആ 2 പോയിൻറ്റും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കുക. ഞാനിവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ആദ്യം കട്ട് ചെയ്യുന്നത് ആം ഹോളാണ്. അതിന് ശേഷം ബാക്ക് നെക്ക് കട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഉള്ളിലുള്ള ആ ഒരു പീസ് തുണി കണ്ടോ, അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം തുണി നന്നായി നേരെ വെച്ചിട്ട് ഫ്രണ്ട് നെക്കൊന്ന് കട്ട് ചെയ്യുക. ഫ്രണ്ട് നെക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്കേർട്ടിൻ്റെ പോർഷനാണ്. ഞാനിപ്പോൾ ബാക്കിയുള്ള പീസ് തുണി 2 പീസ് തുണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 14 ഇഞ്ച് നീളത്തിൽ തുണിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ലൈനിങ് ഇട്ട് വേണമെങ്കിൽ തയ്ക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് പീസിലും ചെയ്യാവുന്നതാണ്. ക്രോസ് പീസിൽ ചെയ്യാനാണെങ്കിൽ ഷോൾഡർ തമ്മിൽ കൂട്ടിയടിച്ചതിന് ശേഷം നെക്കും അതുപോലെ തന്നെ ആം ഹോളും ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യണം. ഇനി ഞാൻ റെഡ് കളറിലെ ഒരു പീസ് തുണി എടുത്ത് വെച്ചിട്ട്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന തുണിയുടെ വീതി 4 ഇഞ്ചാണ്. അതൊന്ന് 2ആയി മടക്കിയതിന് ശേഷം ആ സൈഡ് വഴി ഒന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് അടിച്ചു കൊടുക്കുക. ഇത് നമുക്ക് യോക്കിൻ്റെ ഫ്രണ്ടിൽ വെക്കാനാണ്. യോക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു പടി പോലെ പിടിപ്പിക്കാനാണ് താഴ്ഭാഗത്തായിട്ട്. നിങ്ങൾക്ക് ഏത് കളർ തുണി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ സെയിം ലൈനിങ് അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരേപോലെ തന്നെ ലൈനിങ് 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കതിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എപ്പോഴും ബിഗിനേഴ്സൊക്കെ ആവുമ്പോൾ ലൈനിങ് വെച്ച് തയ്ക്കുന്നതായിരിക്കും എളുപ്പം. അതാവുമ്പോൾ കഴുത്തും ആം ഹോളും ഒക്കെ നമുക്ക് ലൈനിങ് വെച്ച് അടിച്ച് മറച്ചിട്ടേച്ചാൽ മതി. എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ലൈനിങ് ഇട്ട് തയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യോക്ക് പോർഷൻ മാത്രം മതി. സ്കേർട്ട് ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കട്ടിയുള്ള തുണിയാണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഫ്രണ്ടിൻ്റെ ആം ഹോളും അതുപോലെ തന്നെ നെക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിൻ്റെ നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആം ഹോള് പിന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ ആം ഹോള് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തയ്യൽ തുമ്പ് കാണാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഷോൾഡർ ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുകയാണ് കേട്ടോ, നേരെ ഇരിക്കാനായിട്ട്. അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് വെച്ചേക്കണ ഫ്രണ്ട് പീസാണ്. ഇത് തന്നെ ഫ്രണ്ട് പീസ് എൻ്റെ കയ്യിലിരിക്കുന്ന ഫ്രണ്ട് പീസാണ്. ഇനി അതിൻ്റെ സൈഡ് ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അത് മാത്രം അറ്റാച്ച് ചെയ്താൽ മതി. ബാക്ക് പീസിന് നമ്മൾ ആകെ ചെയ്തിരിക്കുന്നത് നെക്ക് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് പീസ് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ബാക്ക് പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ തയ്യൽ തുമ്പ് കാണാതെ ഷോൾഡർ അടിക്കാനായിട്ടാണ്. ഞാനിപ്പോൾ ബാക്ക് പീസിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്ത് വിടുകയാണ്. അതിന് ശേഷം ആ തുണി ഇങ്ങോട്ട് നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, ആ പീസ് അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ മെയിൻ ക്ലോത്തുകൾ തമ്മിൽ ഒരേപോലെ വരണം. അതായത് മെയിൻ ക്ലോത്തുകൾ തമ്മിൽ ഒരുമിച്ചും ലൈനിങ്ങുകൾ തമ്മിൽ ഒരുമിച്ചും വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ അത് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് വരികയുള്ളൂ. നല്ല പീസും ഒരേപോലെയും ലൈനിങ്ങും ഒരേപോലെയും വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരെണ്ണം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, ഒരു ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട്. ആ ഷോൾഡർ അടിച്ചതിനോടൊപ്പം തന്നെ അതിൻ്റെ ആം ഹോൾ, അതായത് ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുക. നമ്മൾ ഒരുപോലെ വെട്ടിയേക്കണത് കാരണം നേരെ അരികു വഴി അങ്ങ് അടിച്ച് വന്നാൽ മതി. ഇപ്പം ഞാൻ നിവർത്തി വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി മറ്റേ ഷോൾഡർ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒരു പീസ് തുണി നിവർത്തി വെച്ചിട്ട്, ബാക്ക് പീസ് തുണി നിവർത്തി വെച്ചിട്ട് ഫ്രണ്ട് പീസ് അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ മെയിൻ ക്ലോത്തുകൾ തമ്മിൽ ഒരുമിച്ച് വരണം, താഴെ മുകളിലുമായിട്ട്. അതുപോലെ തന്നെ ലൈനിങ്ങും താഴെ മുകളിലുമായിട്ട് ഒരുമിച്ച് വരണം. എന്നിട്ട് സൈഡ് ചേർന്ന് അടിക്കുക. 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പ് വിട്ടിട്ട് അടിക്കുക. അതുപോലെ തന്നെ ആം ഹോളും അടിച്ചു വരിക. ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. ലൈനിങ് ഇട്ട് അടിച്ച് മറിച്ചാൽ പിന്നെ കൈയും അതുപോലെ തന്നെ നെക്കൊന്നും ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ പണി തീരും. ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ആം ഹോളും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നിവർത്തി നോക്കാം. അത് നിങ്ങൾക്ക് സിബ്ബ് അല്ലെങ്കിൽ കൊളുത്ത് അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിൽ ഈ സമയത്ത് വയ്ക്കാം. ബാക്ക് നെക്കിൽ കട്ട് ചെയ്തിട്ട് വയ്ക്കാം. ആ ഒരു ഭാഗത്തായിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊളുത്തോ അല്ലെങ്കിൽ സിബ്ബോ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ആ സൈഡ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. 2 പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ യോക്കിൻ്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു റെഡ് കളറുള്ള പീസ് ഫ്രണ്ടിൽ പടി പോലെ വെച്ച് കഴിഞ്ഞാൽ യോക്കിൻ്റെ പരിപാടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് പോർഷൻ എന്ന് പറയുമ്പോൾ 2ആയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കുമുള്ള വേറെ വേറെ പീസുകളായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സുകളായിട്ട് എടുക്കുക. ചെറിയ പ്ലീറ്റ്സ് എടുത്താൽ മതി. എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ സൂചിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെറുതായിട്ട് പ്ലീറ്റുകൾ എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നൂല് വലിച്ച് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. വലിയ കാണിയിട്ട് ഒറ്റ സ്റ്റിച്ച് കൊടുത്തിട്ട് ഒരറ്റത്ത് പിടിച്ച് നൂല് വലിച്ച് കഴിയുമ്പോൾ ചെറിയ പ്ലീറ്റ്സുകളായിട്ട് വരും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന് സ്റ്റിച്ചൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഇനി നമുക്ക് യോക്കിൻ്റെ ഭാഗത്തേക്ക് പിടിപ്പിക്കാം. അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ മുകളിലൊരു പടി വെക്കണമെന്ന് പറഞ്ഞല്ലോ, ആ പടി വയ്ക്കാം. അതിനായിട്ട് ആ റെഡ് കളറുള്ള പീസ് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയതിന് ശേഷം 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി. ഞാനിപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഞാനൊരു 4 ഇഞ്ച് വീതിയാണ് ആ ഒരു പീസിന് എടുത്തേക്കണത്. 4 ഇഞ്ച് വീതി കുറച്ച് അധികമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 3.5 ഇഞ്ചൊക്കെ എടുത്തേച്ചാൽ മതി.
ചെറിയ ഫ്രോക്കാണല്ലോ, അപ്പോൾ 3.5 ഇഞ്ചൊക്കെ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ യോക്കിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ താഴെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെയിം കളർ നൂല് വേണമെന്നില്ല. അതിൻ്റെ മുകളിൽ അതൊന്ന് യോക്കിനോട് ചേർത്ത് പിടിപ്പിക്കുക. ആ റെഡ് പീസും യോക്കിനോട് ചേർത്ത് പിടിപ്പിക്കാൻ സെയിം കളറുള്ള നൂലിട്ട് അടിക്കുക. ഇത് വന്നിട്ട് താഴെ വൈറ്റ് ആയാലും കുഴപ്പമില്ല, നമ്മൾ സ്കേർട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ കാണത്തില്ല. ഇനി നമുക്ക് ആ സ്കേർട്ടിൻ്റെ പോർഷൻ അതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്യാം. ഈ പടി പിടിപ്പിച്ചതിന് ശേഷം മാത്രം സ്കേർട്ട് അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി സ്കേർട്ട് നമുക്കൊന്ന് പിടിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ പ്ലീറ്റ്സ് കുറഞ്ഞു പോവുകയാണെങ്കിൽ 1-2 പ്ലീറ്റ്സ് അപ്പുറേന്നും ഇപ്പുറേന്നും അഴിച്ചിട്ട് ഒപ്പത്തിലാക്കിയാൽ മതി. കൂടിപ്പോവുകയാണെങ്കിൽ തയ്ക്കുമ്പോൾ 1-2 പ്ലീറ്റ്സോടെ കൂടുതൽ ഇട്ട് തയ്ക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തയ്യൽ തുമ്പ് കാണാതെ ഇരിക്കാനായിട്ട് ഒരു പണി ചെയ്യണം. ആ തയ്യൽ തുമ്പ് നമുക്ക് മുകളിലേക്കൊന്ന് വെച്ചിട്ടൊന്ന് ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. കാരണം ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ തയ്യൽ തുമ്പ് കൊണ്ട് കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ തയ്യൽ തുമ്പ് ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് ആ പീസിൻ്റെ താഴ്ഭാഗത്തുകൂടി അടിക്കുക. റെഡ് പീസിൻ്റെ അടിഭാഗത്തുകൂടി കാണാത്ത രീതിയിൽ അടിച്ചെടുക്കുക. കണ്ടോ, ഇതാണ് തയ്യൽ തുമ്പ്. അത് ഞാൻ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ അരിക് ചേർന്ന് അടിച്ചെടുക്കുകയാണ്. അരിക് ചേർന്ന് അടിക്കുക. അരിക് ചേർന്ന് മൊത്തം അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ സ്കേർട്ട് പിടിപ്പിച്ചതുപോലെ തന്നെ ബാക്കിലും പിടിപ്പിക്കുക. ഇനി മുകളിൽ കൂടി അടിക്കുമ്പോൾ സെയിം കളർ നൂലിട്ട് അടിക്കുക, റെഡിൻ്റെ മുകളിൽ കൂടി അടിക്കുമ്പോൾ. പിന്നെ ഈ ബാക്കിലും സ്കേർട്ട് പോർഷൻ പിടിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ 2 പീസും കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 5.5 5.5 11 ഇഞ്ച്. അപ്പോൾ 11 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വേസ്റ്റും 11 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ലൈനിൽ കൂടി തന്നെ അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ സ്കേർട്ടിൽ വേണമെങ്കിൽ വള്ളിയോ എന്തെങ്കിലും പിടിപ്പിക്കണമെങ്കിൽ ഈ സൈഡ് കൂട്ടി അടിക്കുന്നതിന് മുമ്പ് വള്ളി പിടിപ്പിക്കുക. 2 സൈഡിലും ഒന്ന് അടിച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രോക്കാണ്. ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഫ്രോക്കാണ്. ഇനി ഇതിൻ്റെ താഴെയും കൂടെ ഒന്ന് മടക്കി അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബോയോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈയോ എന്തെങ്കിലും, ഞാൻ ഇതുപോലത്തെ 2 ഫ്രോക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.